ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പുറിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ അത്താഴത്തിന് ഞാൻ ദോശ അതുപോലെ തന്നെ ചായയായിരുന്നു ഉണ്ടാക്കിയത്, പിന്നെ മീൻകറിയായിരുന്നു. അപ്പോൾ അത്താഴം കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് നല്ല ലേറ്റായിട്ടാണ് കിച്ചണിൽ കയറിയത്. ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇടിയപ്പം അതുപോലെ തന്നെ ബീഫ് കുറുമ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ബീഫ് അപ്പുറം കറി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടിയപ്പത്തിനുള്ള മാവും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ മുട്ട ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്നാക്സിന് വേണ്ടി പഴംപൊരി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മാവും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇടിയപ്പം കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. അപ്പോൾ ഇടിയപ്പം വേറുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ പഴം പൊരിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ തെരി കാച്ചാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചു. അതിനുശേഷം നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതും ക്യാഷ്യൂ അതുപോലെ തന്നെ റൈസിൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് പശുവും പാൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പഞ്ചസാരയും അതുപോലെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് തിളച്ച് നന്ന് കുറുകി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ പശുപാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതാണ് ഒന്നും കൂടി ടേസ്റ്റ്. പശുപാലും മാത്രം വെച്ച് കാച്ചുന്നതിന് ഒന്നുകൂടി ടേസ്റ്റ് തേങ്ങാപ്പാലും പശുപാലും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ മുട്ടയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കേണ്ട സമയം അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതും കൂടി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പം പിന്നെയുള്ള ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഇത്രയേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്